ഞാൻ എപ്പോഴും പറഞ്ഞു മസ്താനി ഇത് വിട്ടേക്ക് എന്ന് പറഞ്ഞ കാര്യമാണ്. പിന്നെ എന്നെ ട്രിഗർ ചെയ്ത് ചാച്ചന്റെ ഓട്ടോ എന്ന് പറഞ്ഞപ്പം എനിക്ക് പൊളിഞ്ഞു. എന്നെ അങ്ങനെ ഒരു ചാച്ചൻ ഓട്ടോ ഓടിച്ച് വളർത്തുകൊണ്ടാണ് ഇന്ന് ഞാൻ അന്തസ്സായിട്ട് ഇവിടെ നിൽക്കുന്നത്. ആർക്കാണേലും അപ്പനെ പറഞ്ഞാൽ പൊള്ളത്തില്ലേ? അപ്പന്റെ ജോലി അത് അത്ര കുറച്ചാണ്. മസ്താനി പറഞ്ഞ ടോണാണ് എനിക്ക്. ചാച്ചന്റെ ഓട്ടോയിലല്ലേ ഞാൻ ദേഷ്യപ്പെടുന്ന ആളാണ്. പക്ഷേ അപ്പനെ പറഞ്ഞപ്പോ കുറച്ചുകൂടെ ദേഷ്യം തോന്നി. എയർപോർട്ടിൽ എത്തുന്ന സമയത്ത് ചാച്ചനൊക്കെ വന്നിട്ട് മോളെ എയർലാൻഡ് എടി നമ്മുടെ ഫാമിലിയിലെ ഫസ്റ്റ് പൈലറ്റ് നീയാണ്. ഞാൻ അതെന്താ അങ്ങനെ പറഞ്ഞേ? കാരണം ചാച്ചന്റെ ഓട്ടോയായിട്ട് എയർലാ കൊറേ ട്രോളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു PR കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു പോയി. അനു ആ ബിഗ് ബോസിൽ മത്സരിക്കാൻ വന്ന സമയത്ത് തന്നെ അനുവിന്റെ PR ആയിട്ടുള്ള വിനിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ വീട്ടുകാർ കുറച്ച് റിച്ച് ആയിരുന്നെങ്കിൽ ഞാൻ PRന്റെ പുറകെ പോയാനെ. PR ഉള്ളവർക്കേ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഈ സീസണും കഴിഞ്ഞ സീസണും ഒക്കെ തെളിയിച്ച കാര്യമാണ്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ആൾക്കാർ വന്നു ബിൻസിക്ക് പകരം എവിക്റ്റ് ആകേണ്ടത്. ഇപ്പോഴും എല്ലായിടത്തും പറയുന്നൊരു കാര്യമുണ്ട്, പൈസക്ക് പൈസ തന്നെ വേണം. അതില്ലാത്തവർക്ക് ഒരിക്കലും ഒരു വില കാണത്തില്ല. ഒരുപാട് ഇഷ്ടപ്പെട്ട് അവിടെ ചെന്ന് സ്വപ്നം കണ്ട വേദിയിൽ എത്തിയിട്ട് നിൽക്കാൻ പറ്റാണ്ട് പോയതിന്റെ സങ്കടം ഇപ്പോഴും മനസ്സിലുണ്ട്. 15 വർഷത്തെ വിശ്വാസം, ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്. ഹായ് ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ദി ഷോ. ദിസ് ഇസ് മീ കാജൽ റിഷാദ്. ഇന്ന് എൻ്റെ വീട്ടിലുള്ള ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 7 മത്സരാർത്ഥിയായിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നിന്നുള്ളൂ. പക്ഷേ ഫിനാലയോടനുബന്ധിച്ച് റീ എൻട്രി ചെയ്ത് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ഹൗസിനെയും അതുപോലെ തന്നെ ബിഗ് ബോസ് പ്രേക്ഷകരുടെ ഇടയ്ക്കാണെങ്കിൽ പോലും വലിയൊരു ചർച്ചാ വിഷയമാക്കിയിട്ടാണ് ഈ വ്യക്തി ഇറങ്ങി പോകുന്നത്. RJ ബിൻസി. ബിൻസി, വെൽക്കം ടു ദി ഷോ. ഹായ് ഹലോ നമസ്കാരം. ഇൻട്രോ കേട്ടിട്ട് ഇങ്ങനെ ഇരുന്നു പോയി. ദൈവമേ എന്താണ് ഈ കുട്ടി പറയുന്നത് ആലോചിച്ചു. അത്രയ്ക്ക് ശരിയല്ലേ? ശരിയല്ലേ? എല്ലാരും ഇപ്പൊ ഇതാണല്ലേ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത്. നമുക്ക് സോഷ്യൽ മീഡിയ തുറന്ന ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ സത്യം പറഞ്ഞ കമന്റ്സ് ഒന്നും നോക്കിയിട്ടില്ല, ഇതുവരെ നോക്കിയിട്ടില്ല. ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ബിൻസി അറിഞ്ഞ എയറിലാണ് എന്ന് പറയുമ്പോ ഞാൻ ഓ റിയലി നമ്മൾ ഇതുവരെ ഒന്നും നോക്കിയിട്ടില്ല. പക്ഷെ കുറെ ട്രോൾസ് കണ്ടു, നല്ല രസമുണ്ട്. ശരിക്കും അങ്ങനെ ഒരു എൻട്രി ഇപ്പം ഞാൻ കുറച്ച് കമന്റ്സ് കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കമന്റ്സ് കണ്ടില്ല, ഞാനൊരു 1-2 കമന്റ്സ് കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സെക്കൻഡ് വീക്കിലെ എവിക്റ്റ് ആയല്ലോ. ശരിക്കും എവിക്റ്റ് ആയതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആയിരുന്നു. അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു 2 വീക്സ് നിന്നിട്ട് ഇപ്പൊ റീ എൻട്രി ചെയ്ത് കഴിഞ്ഞപ്പോ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇങ്ങനെയൊക്കെയുള്ള കമന്റ്സുകൾ ഉണ്ട്. ശരിക്കും അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തു പോയതായിരുന്നു? അയ്യോ ഒട്ടുമല്ല, ഇത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. നമ്മള് പ്ലാൻ ചെയ്ത് പോകുന്നൊരു പരിപാടിയല്ല ബിഗ് ബോസ്, അത് ആദ്യം പറയാം. പക്ഷേ അനുവിന്റെ കാര്യത്തിൽ എനിക്കൊരു ക്ലാരിറ്റി വരുത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഈ 14 ദിവസമേ നിന്നുള്ളൂ. അത് കഴിഞ്ഞ് നമുക്കറിയാം എവിക്റ്റ് ആയി വരുമ്പോൾ ഒരാളുടെ മാനസികാവസ്ഥ ചിലപ്പോൾ നിങ്ങൾക്ക് കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷെ നമ്മൾ തകർന്നാ വരുന്നത്. അതായത് ആ ഹൗസ് ഒരു മാജിക്കാ. നമുക്ക് അവിടുത്തെ കുറെ ഓർമ്മകള്, മൈക്ക്, ബിഗ് ബോസിന്റെ ശബ്ദം എല്ലാം നമ്മൾ മിസ് ചെയ്യും. 24 hours ഇത് മാത്രമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതെല്ലാം പിന്നെ ഓർക്കാപ്പുറത്തുള്ളൊരു എവിക്ഷൻ എല്ലാം കൂടെ ആയിട്ട് ഞാനിങ്ങനെ ഷോക്ക് അടിച്ചിരിക്കുകയാണ്. അപ്പം അത്രയും വിഷമത്തിൽ പോകുന്ന ഞാനാണ്. എനിക്ക് വിഷമം ഉണ്ടായിരുന്നു, ശരിയാണ്. അപ്പം അങ്ങനെ വിഷമിച്ചിരിക്കുമ്പം ഞാൻ അറിയാത്തൊരു കാര്യത്തിന്റെ പേരില്, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോ എനിക്ക് കോൾസ് ഒക്കെ വരുവാണ്. TV നോക്കുമ്പോ അനു പറയുന്നു നീ കാരണം ഒരു പാവപ്പെട്ട പെങ്കൊച്ച് ഇവിടെ എവിക്റ്റ് ആയി പോയി. ദൈവമേ അത് ഞാനാണല്ലോ. ഞാൻ വീണ്ടും അയ്യോ എനിക്കറിയില്ല. അപ്പൊ എന്താ നമ്മൾ അറിയുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെയാണ് അകത്ത് നടക്കുന്നതെന്ന്. അപ്പം അതിന്റെ പേരിൽ കുറെ ആൾക്കാരെ നെഗറ്റീവ് പറയാൻ തുടങ്ങി എന്നെ, അപ്പാനിനെ കുറിച്ച്. അപ്പൊ ഞങ്ങള് നല്ല ഫ്രണ്ട്സാണ്, കുറച്ച് ദിവസമേ സൗഹൃദം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്നിട്ട് പോലും അനുവിനത് നല്ലപോലെ അറിയാം. എന്നിട്ട് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ചെയ്യാത്തൊരു കാര്യം ഒരാൾ നമ്മളെ കുറിച്ച് പറയുമ്പം അതിനൊരു ക്ലാരിറ്റി വരുത്തണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് ഞാൻ പുറത്ത് സഹിച്ചു. അപ്പം പക്ഷെ ഞാൻ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ പോലും അനു എൻ്റെ അടുത്ത് വന്ന് ആദ്യം ഒന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഉമ്മ തരുന്നുണ്ട്, എന്നെ മടിയിൽ കയറി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അനു ചോദിക്കുന്നുണ്ട് എടാ നീ ഓക്കെ ആണോ? ഭയങ്കര ജെനുവനായിട്ട് അനു ചോദിച്ചത് നീ ഓക്കെ ആണോ, പുറത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ആലോചിച്ചു ദൈവമേ അനുവിന് ഇതൊക്കെ എങ്ങനെ അറിയാം, അവളിങ്ങനെ ആലോചിച്ചെടുത്തതാണോ? മേ ബി ആളങ്ങനെ ആലോചിച്ചെടുത്ത് കാണും. അപ്പം അനു പറഞ്ഞു എന്തെങ്കിലും ഓക്കെ ആണോ, പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു പുറത്തിറങ്ങിയിട്ട് പറയാം, എനിക്ക് പറയാനുണ്ട്, ഞാൻ പുറത്തിറങ്ങിയിട്ട് പറയാം. അപ്പൊ അനു പറ. ഞാൻ പറഞ്ഞില്ല അനു ഇപ്പൊ സംസാരിക്കുന്നില്ല, പുറത്തിറങ്ങിയിട്ട് പറയാം തന്നെയാ പറഞ്ഞത്. പ്രശ്നമാക്കണ്ടെന്ന് തന്നെ വിചാരിച്ചിരുന്നയാ. പക്ഷെ കുറച്ചുകൂടെ നമ്മൾ മുൻപോട്ട് പോയി അവിടെ നിന്ന് കഴിഞ്ഞപ്പം ചോദിക്കാൻ തോന്നി. അനുവിന്റെ കേസ് അങ്ങനെ ചോദിച്ചതാണ്. അല്ലാണ്ട് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് കുറെ കണ്ടസ്റ്റൻസ് എയർപോർട്ടിൽ വെച്ച് ഓൺലൈൻ മീഡിയാസിനടുത്ത് പറഞ്ഞു ഞങ്ങൾ ഫയറാണ്, ഞങ്ങൾ കത്തിച്ചിട്ടേ വരത്തുള്ളൂ. ഞാൻ മാത്രമേ അവരോടൊന്നും ഞാൻ പറഞ്ഞു പോയിട്ട് വരാം, ഞാൻ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ല, അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. ഇത് തന്നെയാണ് ഞാൻ ഫസ്റ്റ് പോയപ്പോഴും പറഞ്ഞത്.
സാഹചര്യം കാരണം സംഭവിച്ചു പോയി. അല്ലാണ്ട് എന്റെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്റെ ഒരു ദേഷ്യമോ വിരോധമോ ഒന്നും തീർത്തയല്ല. അല്ല, ശരിക്കും അനു അതൊരു കണ്ടന്റ് ആക്കിയതാണെന്ന് തോന്നുന്നുണ്ടോ? ഏതാടാ? രണ്ടാഴ്ച അപ്പാനിയും അതുപോലെ തന്നെ ബിൻസിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അനു വളച്ചൊടിച്ചത് അതൊരു കണ്ടന്റ് ആക്കിയതാണ്. തീർച്ചയായിട്ടും. കാരണം അനുമോള് ആദ്യത്തെ ആഴ്ച ഭയങ്കര കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ആളൊന്ന് ഓണായി വരുന്ന സമയത്താണ് ഈ ഒരു ടോക്ക് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ എനിക്ക് ആ സമയത്ത് ഇന്റർവ്യൂ, ഞാൻ എവിക്റ്റ് ആയി വന്നാൽ എനിക്ക് ഇന്റർവ്യൂസ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അനുവും ഷാനവാസും കണ്ടന്റ് ദാരിദ്ര്യം വന്നപ്പം എടുത്തിട്ടൊരു കാര്യം മാത്രമാണത്. അപ്പം ഇപ്പം ഞാൻ ഹൗസിൽ നിന്ന് ഈ ഒരു കാര്യത്തെ കുറിച്ച് ക്ലാരിറ്റി വരാൻ വേണ്ടി സംസാരിച്ചപ്പം അനു അത് സമ്മതിച്ചു. അനു പറഞ്ഞു, ബിൻസി ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്നപ്പോ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശൈത്യാണ് ആദ്യം തുടങ്ങിയത്. എന്തൊക്കെ വീഡിയോസ് എനിക്ക് ആൾക്കാർ അയക്കുന്നറിയാമോ, അനുമോളെല്ലാം പറഞ്ഞത് ശൈത്യാണെന്ന് പറഞ്ഞിട്ട്. ശരിക്കും അനുമോൾ എന്റെ അടുത്ത് അപ്പാനിയുടെ കാര്യം വന്ന് പറയുന്നുണ്ട്. നമ്മൾ ഭയങ്കര കൂട്ടാണ് ആദ്യം, ഞാനും അനുവും ശൈത്യയൊക്കെ. അപ്പം ഞങ്ങൾ ബെഡിന്റെ അടിയിൽ പുതപ്പിന്റെ അടിയിൽ നിന്ന് രഹസ്യമൊക്കെ പറയും, അങ്ങനെ ഭയങ്കര കമ്പനിയാ. അപ്പൊ അനു എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ബിൻസി അധികം കൂട്ടൊന്നും വേണ്ട കേട്ടോ അപ്പാനിയായിട്ട്, അപ്പൊ നമുക്ക് പുറത്ത് ചീത്തപ്പേര് വരും. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ജസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ എല്ലാവരുമായിട്ട്. ആ സമയത്ത് നെവിനൊക്കെ നമ്മളെ കെട്ടിപ്പിടിച്ചൊക്കെ നടക്കുന്ന സമയമാണ്. ഞാൻ പറഞ്ഞു, അത്രയൊക്കെ ഉള്ളൂ, എല്ലാവരുമായിട്ട് കമ്പനി അതേ ഉള്ളൂ, പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ, അയാൾ മാരീഡ് അല്ലേ, ഞാനൊരു ബ്രദറിനെ പോലെ കാണുന്നേ. അപ്പൊ തന്നെ ക്ലാരിറ്റി ഒക്കെ വരുത്തിയതാണ് ഈ കേസിൽ. ആ ഒരു സമയത്ത് എല്ലാം അറിയാവുന്ന ഒരാള് പെട്ടെന്ന് ഒരു ഫൈറ്റിന്റെ പുറത്ത് അപ്പാനീനെ വാ പൂട്ടിക്കാനായിട്ട് ഇങ്ങനെ പറയുമ്പോ ഉണ്ടല്ലോ, അത് കണ്ടന്റിന് വേണ്ടി മാത്രമാണെന്ന് കാണുന്നവർക്കൊക്കെ അറിയാം. പക്ഷെ അവിടെ എന്തായാലും PR നല്ല പിൻബലം, നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്ന കാരണം എനിക്ക് ദൈവമേ മനസ്സാ വാച അറിയാത്ത കാര്യത്തിന് വേണ്ടി കേൾക്കേണ്ടി വന്നു. അതുപോലെ ഷാനവാസിന്റെ അടുത്ത് ഇപ്പൊ ഞാൻ റീഎൻട്രിക്ക് കയറി ഫൈറ്റ് ഉണ്ടാക്കിയപ്പം ഷാനവാസും സൈലന്റ് ആയിരുന്നു. ഷാനവാസ് ഒന്നും വേണ്ടിയില്ല. ഞാൻ എന്തൊക്കെയോ പുള്ളിനെ പറഞ്ഞു, നൊട്ടല്ലില്ലാത്തവൻ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു, ഓർമ്മയില്ല ആ സമയത്ത്. അപ്പൊ പോലും ഷാനവാസ് സൈലന്റ് ആയിരുന്നു. അപ്പൊ ഇറങ്ങിക്കഴിഞ്ഞപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വീട്ടിൽ എന്ത് ഫൈറ്റ് ഉണ്ടായാലും എന്തൊക്കെ ഉണ്ടായാലും ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഞാൻ പേഴ്സണലി എല്ലാം അവിടെ തീർക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചത്. തീർന്നു, ഇനി നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു സംസാരം ഇല്ല, അങ്ങനെ വിചാരിച്ചു തന്നെയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. അപ്പൊ ഷാനവാസിനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ബിൻസി അന്ന് ഞാൻ ശരത്തിന്റെ വായ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്, എൻ്റെ അടുത്ത് തെളിവുണ്ടെന്നുള്ള കാര്യം. അല്ലാണ്ട് അവനെ എനിക്കറിയാം, നിന്നെ അറിയാവുന്നതിനെക്കാട്ടി കൂടുതൽ എനിക്ക് അവനെ അറിയാം, അത് കാരണം നിങ്ങൾ തമ്മിൽ ഒന്നുമില്ല എന്നുള്ളത് എനിക്ക് അറിയായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു മൊമെന്റ് ഭയങ്കര പ്രൗഡായിരുന്നു എനിക്ക്. കാരണം സത്യം തെളിഞ്ഞു, ഞാൻ അത്രേ ആഗ്രഹിച്ചുള്ളൂ. ഇവർ രണ്ടുപേരും അന്ന് കണ്ടന്റിന് വേണ്ടി എന്തിനാടേ ഇങ്ങനെ പറഞ്ഞ്. പക്ഷെ ഏറ്റവും കൂടുതൽ എവിക്റ്റ് ആയി പോന്നപ്പം അന്ന് അപ്പാനീനെ ആണെങ്കിലും കെട്ടിപ്പിടിച്ചിട്ട് ചെവിയിൽ എന്താ പറഞ്ഞെന്നുള്ളതായിരുന്നു ആളുകളുടെ ഫുള്ള് ക്വസ്റ്റ്യൻ. ഞാനേ എന്ത് രഹസ്യം പറഞ്ഞാലും അത് പരസ്യമായിട്ട് എനിക്ക് ഭയങ്കര ഒച്ചയാണ്. പിന്നെ ബിഗ് ബോസ് എല്ലാം പിടിച്ചെടുക്കുമെന്ന് എനിക്കറിയാം. ഞാൻ അപ്പാനിയുടെ ചെവിയില് രഹസ്യമായിട്ട് പറഞ്ഞതല്ല, എങ്കിലും ഞാൻ ചെവിയിൽ പറഞ്ഞ എടാ കപ്പം കൊണ്ട് വരണേന്നാ പറഞ്ഞത്. അത് എനിക്ക് തോന്നുന്നു കുറെ വീഡിയോസിനകത്ത് അത് ഉണ്ട്. പക്ഷെ ഇത് വളച്ചൊടിക്കാനാണല്ലോ എന്താണെങ്കിലും മീഡിയസ് നോക്കുന്നത്. കാരണം പുറത്തിറങ്ങിയിട്ടാണെങ്കിലും നിങ്ങള് എനിക്ക് തോന്നുന്നു രേഷ്മ ചേച്ചിനെയൊക്കെ പോയി കണ്ടു. പിന്നെ കണ്ടു, ഫോൺ വിളിച്ചു. എന്നെ ആദ്യം വിളിക്കുന്ന ആള് രേഷ്മയാണ്. ഇപ്പോഴും നമ്മുടെ ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞ് ഫിനാലെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഞാനും ഒനീലേട്ടനും എന്റെ ഫാമിലി ആയിട്ട് രേഷ്മ എടുത്താ പോയത്. ആളെ കണ്ട് സംസാരിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത് പോലും. ശരിക്കും അവിടെ അനുവിനേക്കാളും കൂടുതൽ ഇഷ്യൂ ആയത് എനിക്ക് തോന്നുന്നു മസ്താനി ആയിട്ടാണ്. ശരിക്കും മസ്താനി ആയിട്ട്, അതായത് ഗെയിം കളിച്ചിട്ടില്ല നിങ്ങള്. കാരണം 2 weeks എവിക്റ്റ് ആയി പോന്നു. വൈൽഡ് കാർഡ് എൻട്രിയിലാണ് മസ്താനി കയറുന്നത്. പക്ഷെ നിങ്ങൾ റീ എൻട്രി ചെയ്ത് കഴിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ ഉടക്കുണ്ടാക്കുന്നത് മസ്താനി ആയിട്ടും. അയ്യോ, നമ്മളെ അത് സംസാരിക്കുക പോലും ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്ന വിഷയമാണ്. കാരണം അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. മസ്താനി എന്നെ ഇതുപോലെ ഒരു ഇന്റർവ്യൂല് ഞാൻ കൊടുത്തു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അന്ന് തന്നെ മസ്താനി പറഞ്ഞു, എന്താ ബിൻസി ദാരിദ്ര്യം വിറ്റ് ജീവിക്കുന്ന ആളാണ്, ബിൻസി അതിനു വേണ്ടിയാണ് ബിഗ് ബോസിൽ പോയത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ആങ്കർ ഇങ്ങനെ സംസാരിക്കും, നമ്മൾ എല്ലാ ജോലിനെ റെസ്പെക്ട് ചെയ്യണം. ഞാനും ഇങ്ങനെ ഇരുന്ന് കുറെ ഇന്റർവ്യൂസ് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ മസ്താനി അടുത്ത് ഭയങ്കര ഡീസെന്റ് ആയിട്ട് പറയുന്നുണ്ട്, മസ്താനി അങ്ങനല്ല, നമ്മള് ഹൗസിൽ വെച്ച് നമുക്ക് നമ്മളൊരു ഫാമിലി ആകൂടാ ഒരു ദിവസം കൊണ്ട് തന്നെ, എല്ലാവരുടെ കമ്പനി ആവും. അപ്പൊ നമ്മൾ അറിയാണ്ട് നമ്മുടെ വീട്ടുകാര്യങ്ങളെല്ലാം പറഞ്ഞു പോകും. അവിടെ അത്രയും പച്ചയായിട്ടാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അത് പറയുന്ന കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞു കാണും. ഇപ്പൊ എന്റെ ചാച്ചന് ബിസിനസ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. വീട്ടിലെ കാര്യങ്ങൾ ഞാൻ റിച്ച് ആണെന്ന് പറഞ്ഞത് തള്ളായി പോകത്തില്ല. എനിക്ക് ഉള്ള കാര്യങ്ങളേ പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ പരിചയപ്പെടുന്ന സമയം കൂടാ. അപ്പൊ എല്ലാവരും നമ്മുടെ അടുത്ത് ഹായ് ഹലോ എന്ത് ചെയ്യുന്നു, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും വീട് എവിടെയാണ്, ഇങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറയും. അതല്ലാണ്ട് ഇന്ന് വരെ എനിക്ക് ഒരു ക്യാമറയുടെ മുമ്പിൽ പോയിട്ട് എന്റെ വീട്ടിൽ പൈസ ഇല്ല അല്ലെങ്കിൽ ഞാൻ സ്ട്രഗ്ലിംഗ് ആണെന്ന് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ മസ്താനിയുടെ അടുത്ത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ ഓൺലൈൻ എന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എനിക്കൊരു വീഡിയോ ചെയ്തിട്ടാ പോരെ. അപ്പൊ സഹായം, ചികിത്സാ സഹായമൊക്കെ പോലെ എനിക്ക് എന്തെങ്കിലും സഹായം ചോദിച്ചാൽ പോരെ. ഞാൻ മസ്താനിയുടെ അടുത്ത് അത് ഭയങ്കര ക്ലിയർ ആക്കിയ കാര്യമാണ്. അത് കഴിഞ്ഞും പിന്നെ മസ്താനിയുടെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ആൾക്ക് ഫാമിലിനെ ചൊറിയല് നല്ലപോലെ ഉണ്ട്. കാരണം ഹൗസിലേക്ക് കയറി വന്നപ്പോൾ
വന്നപ്പോ രേണു സുധിയുടെ ഫാമിലി, അതുപോലെ റെന ആലിബിഷു, ശരത്തേട്ടൻ, അതുപോലെ വേറെ ആരുടെയോ ഒരു ഫാമിലിനും കൂടെ ആളിങ്ങനെ ചൊറന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ പെട്ടെന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുക. അപ്പൊ ശാരിക ചേച്ചി വന്നിട്ട് പറഞ്ഞു, ബിൻസി സംസാരിക്കാൻ മസ്താൻ എടുക്കുക. നമ്മൾ ചേച്ചി എനിക്ക് പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നും ഇല്ല, നമ്മൾ ഗുണത്തിനും ഇല്ല ദോഷത്തിനും ഇല്ല. അപ്പൊ പറഞ്ഞു, ഇല്ല മോളെ സംസാരിച്ച് തീർക്ക്. അപ്പം എപ്പോഴും ഞാൻ ഭയങ്കര കൂളാണ്, ചില്ലാണ്. ഞാൻ പറഞ്ഞു സെറ്റാണ്, ഹാപ്പി ആയിട്ട് ഇരിക്കാം മോർണിംഗ്. പിന്നെ ആള് വന്ന് ചോദിച്ച്, ഞാൻ എപ്പോഴും പറഞ്ഞു മസ്താനി ഇത് വിട്ടേക്ക് എന്ന് പറഞ്ഞ കാര്യമാണ്. പിന്നെ എന്നെ ട്രിഗർ ചെയ്ത് ചാച്ചന്റെ ഓട്ടോ എന്ന് പറഞ്ഞപ്പം എനിക്ക് പൊളിഞ്ഞു. കാരണം ഇതിനു മുമ്പ് ആള് പറഞ്ഞിട്ടുള്ളതാണ് ഇന്റർവ്യൂല്. അന്ന് ഞാൻ ഭയങ്കര മാന്യമായിട്ടാണ് ഡീൽ ചെയ്തത്. പെട്ടെന്ന് വീണ്ടും അങ്ങനെ കേട്ടപ്പം കയ്യിന്ന് പോയി. ആർക്കാണേലും അപ്പനെ പറഞ്ഞാൽ പൊള്ളത്തില്ലേ, അപ്പന്റെ ജോലി അത് അത്ര കുറച്ചാണ്. മസ്താനി പറഞ്ഞ ടോണാണ് എനിക്ക്. അതായത് കുറെ പേര് ഇപ്പൊ കമന്റിൽ പറയുന്നുണ്ടെന്ന് പറഞ്ഞു, എന്താ ബിൻസി ചാച്ചന്റെ ഓട്ടോ എന്ന് പറഞ്ഞത് എന്താ കുഴപ്പമെന്ന്. ചാച്ചന്റെ ഓട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് അഭിമാനമാണ്. 29 വർഷമായിട്ട് ചാച്ചൻ ഓട്ടോ ഓടിക്കുന്ന ആളാ. അത് ആ ചാച്ചൻ ഓട്ടോ ഓടിച്ചാണ് എന്നെ ഇവിടെ കൊണ്ട് ഇത്രയും വരെ ഞാൻ എത്തിയത്. അല്ലാതെ അമ്മയ്ക്ക് വേറെ ജോലിയൊന്നും ഇല്ല, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. സോ അതിൽ ഞാൻ പ്രൗഡാണ്. പക്ഷെ പറയുന്ന ഒരു ടോൺ ഉണ്ട്, അവളുടെ ഒരു മോഡുലേഷൻ ഉണ്ട്. അതായത് ചാച്ചന്റെ ഓട്ടോയിലല്ലേ പോയത് എന്ന് ചോദിക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ ദേഷ്യപ്പെടുന്ന ആളാണ്. പക്ഷെ അപ്പനെ പറഞ്ഞപ്പോ കുറച്ചുകൂടെ ദേഷ്യം തോന്നി. അങ്ങനെയാണ് ഫൈറ്റ് അവിടെ ഉണ്ടാകുന്നത്. ആ സമയത്തും മസ്താനി അടുത്ത് തിരിച്ച് പ്രതികരിക്കാൻ പറയുമ്പോൾ മസ്താനി മിണ്ടാണ്ടായിരിക്കുന്നത്. മസ്താനിക്ക് തിരിച്ചു പറയാൻ ഒന്നുമില്ല. ബാക്കിൽ നിന്ന് എനിക്ക് ഭയങ്കര കൈയടി സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ബിൻസി ചോദിച്ച ന്യായമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞ അക്ബർ ആൻഡ് എല്ലാവരും ഇരിക്കുന്നുണ്ട്, മുൻഷി എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. മസ്താനിക്ക് ചോദിച്ചു, മസ്താനി എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? ഇല്ല, ആൾക്കൊന്നും ഉണ്ടായിരുന്നില്ല പറയാൻ. അതിപ്പോ മസ്താനിക്ക് ഭയങ്കര പോസിറ്റീവായി, മസ്താനി പാവമായി. ഉത്തരം മുട്ടിയിരുന്നതല്ല മസ്താനി, മറിച്ച് ഭയങ്കര പാവമായതുകൊണ്ട് പ്രതികരിക്കാണ്ട് ഇരുന്നതാണെന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞു. എന്തായാലും ഇറങ്ങി കഴിഞ്ഞപ്പോ വീണ്ടും എയറിലേക്ക്. അതെ, അല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എയർപോർട്ടിൽ എത്തുന്ന സമയത്ത് ചാച്ചനൊക്കെ വന്നിട്ട് മോളെ എയർലാന്ന്, ഞാനും എയർലാന്ന്. അപ്പൊ എന്റെ അനിയത്തി ഇന്നലെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നു. അപ്പൊ മരിക്കോച്ചന്റെ അടുത്ത് പറയാണേ, എടി നമ്മുടെ ഫാമിലിയിലെ ഫസ്റ്റ് പൈലറ്റ് നീയാണ്. ഞാൻ അതെന്താ അങ്ങനെ പറഞ്ഞേ? കാരണം ചാച്ചന്റെ ഓട്ടോയിട്ട് എയറില്ല, കുറേ ട്രോളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ സത്യം പറഞ്ഞാൽ ഫണ്ണായിട്ട് എടുത്തിട്ടുള്ളൂ. ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ചോദിക്കാനുള്ളത് ചോദിച്ചു, ഇങ്ങോട്ട് ചോദിച്ച് ചൊറിയാൻ വന്നതിനുള്ള മറുപടിയും തിരിച്ചു കൊടുത്തു. ഞാൻ ഹാപ്പിയാണ് അതിൽ. മിണ്ടാതിരുന്ന ഒരു റിഗ്രറ്റ് തോന്നിയേനെ. തീർച്ചയായിട്ടും. എടാ എന്റെ ലൈഫിൽ ഞാൻ അങ്ങനെ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ലൈഫിൽ ഏറ്റവും ഗതികെട്ട നിമിഷം എന്ന് നമുക്ക് തോന്നുന്നത് ഒരു കാര്യം ചെയ്യാമായിരുന്നു, ഞാനത് ചെയ്യാറുന്നല്ലോ എന്ന് വിചാരിച്ച് ആ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യുന്നതാണ്. റിഗ്രറ്റ് ചെയ്താൽ നമ്മൾ തന്നെ ഇല്ലാണ്ടായി പോകും. ഇപ്പൊ ബിഗ് ബോസിൽ ഞാൻ 14 ദിവസം നിന്ന് കഴിഞ്ഞിട്ട് വന്ന എന്റെ ഒരു മാനസികാവസ്ഥ, എനിക്ക് ഡിപ്രഷൻ എന്താണെന്നോ ട്രോമ എന്താണെന്നോ ഒന്നും അറിയത്തില്ല. അങ്ങനത്തെ ഒരാളായി. അപ്പൊ എന്റെ അടുത്ത് ഇന്റർവ്യൂല് ഏഷ്യാനെറ്റിന്റെ ഒരു വലിയ ഇന്റർവ്യൂ ആയിരുന്നു. അപ്പം അവിടെ വന്ന് 2 മണിക്കൂറിന് മേളിൽ എന്തോ എടുത്തു എന്റെ ഇന്റർവ്യൂ, ബിഗ് ബോസിന്റെ സെലക്ഷന്. ആ സമയത്ത് ഇവര് ചോദിച്ചു, ബിൻസ് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കോ, എന്ത് വന്നാലും ചിരിക്കോ? ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല, ഈ ഒരു സ്ഥായി ഭാവം ഇങ്ങനെയാണ്, എന്ത് വന്നാലും ചിരിക്കോ എന്ന് പറഞ്ഞ് ഇവരെന്നെ ട്രിഗർ ചെയ്യിപ്പിക്കാൻ നോക്കിയപ്പോഴൊക്കെ ഞാൻ ചിരിച്ചോണ്ടായിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ പെട്ടെന്ന് ഈ ഒരു സാധനം എവിക്ഷൻ അൺഫെയർ ആയതുപോലെ കുറെ ആൾക്കാർ പറയുന്നു, കുറെ ആൾക്കാരുടെ സ്നേഹം കിട്ടുന്നു, കരഞ്ഞോണ്ടൊക്കെ ആൾക്കാർ എന്നെ വിളിക്കുന്നത്. ഞാൻ അതിന്റെ അപ്പുറം കരച്ചില്ല, എനിക്ക് ഒരു ആശ്വസിപ്പിക്കണമെന്നുണ്ട്. പക്ഷെ എനിക്കറിയില്ല എന്താ പറയേണ്ടത്. അപ്പൊ അത്രയും ഒരു മോശം അവസ്ഥയായിരുന്നു എന്റേത്. ആ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരുന്നു. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ കഷ്ടപ്പെട്ട് പഴയ ഒരു RJ ബിൻസി ഒരു ഹാപ്പി മൂഡിലേക്ക് എത്തുന്നത്. പിന്നെ എനിക്കൊരു റിഗ്രറ്റ് വയ്യ. അതുകൊണ്ട് എല്ലാം അവിടെ തീർത്തു. ശരിക്കും ഇപ്പൊ കുറെ പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെ ബിഗ് ബോസിൽ കയറുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിക്കും ബിൻസി എങ്ങനെയായിരുന്നു ബിഗ് ബോസിലേക്ക് എത്തിയത്? എന്റെ അടുത്ത് ഇത് വേറെ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ബിഗ് ബോസിൽ പോകണമെന്ന് പണ്ട് തൊട്ടേ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ മഴവിൽ മനോരമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇതുപോലെ എല്ലായിടത്തും ചോദിക്കായിരുന്നു എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ പോകേണ്ടത്. അപ്പൊ അവരൊക്കെ ബിഗ് ബോസിലെ സീസൺ 1 വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അത് കഴിഞ്ഞ് സൂര്യ കോമഡിയിൽ കയറി. അപ്പൊ ഞാൻ അവിടുത്തെ ചാനൽ ഹെഡിനോട് ചോദിക്കും, സാർ എങ്ങനെയാ സാർ ഇതിന് പോകേണ്ടത്? സാർ ഒരു പറ്റിയ പരിപാടിയാണ്, പക്ഷെ റിസ്ക് ആണ്. എന്റെ അടുത്ത് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ബിൻസി റിസ്ക് ആണ് ബിഗ് ബോസ്, എന്തും ഫേസ് ചെയ്യാൻ ധൈര്യമായിട്ട് തന്നെ പോകണം. ഞാൻ പറഞ്ഞു ഓക്കെയാണ്, ഞാൻ റെഡിയാണ്, ഞാൻ പോകും. ആ ഒരു സാധനമായിരുന്നു. അങ്ങനെ ഞാൻ ഇതിനു വേണ്ടി അന്വേഷണമൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബിഗ് ബോസിലെ 2 വർഷം മുമ്പാണ് കേട്ടോ എനിക്കൊരു ടീം മെമ്പറിന്റെ നമ്പർ കിട്ടുന്നത്. അപ്പൊ ഞാൻ ആളെ കോൺടാക്ട് ചെയ്ത. അന്ന് എനിക്കറിയാം എനിക്കിങ്ങനെ കാല് പിടിച്ച് സാർ അങ്ങനെ എനിക്ക് അങ്ങനെ ആരുടെയും റെക്കമെൻഡേഷൻ വഴി അതിനോടൊന്നും അങ്ങനെ പോയാലും ബിഗ് ബോസ് നമുക്ക് കിട്ടത്തില്ല. അത് വേറെ കാര്യം. കാരണം അവർക്കൊരു പ്ലാൻ ഉണ്ട്, അതിനനുസരിച്ച് അവരവിടെ ആൾക്കാരെ എടുക്കത്തുള്ളൂ. അപ്പൊ അതും നമുക്ക് നല്ലപോലെ അറിയാം. പിന്നെ എനിക്ക് ആ സമയത്ത് ഞാൻ ആ ടോപ്പ് ആങ്കർ റിയാലിറ്റി ഷോ ടോപ്പ് 5 ആയിരുന്നു. അതിന്റെ ഒരു ഫെയിമും റേഡിയോയിൽ ഞാൻ ജോലിക്ക് കയറിയിട്ടേ ഉള്ളൂ. അപ്പൊ അതല്ലാണ്ട് എന്നെ ആർക്കും അറിയത്തില്ല. സോ അതും എന്നെ നല്ലപോലെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെ ആയിരുന്നു. അപ്പം അത് കാരണം
പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. ഓക്കെ ബൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതവിടെ സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഈ സീസണിൽ ഒരു കോള് വരികയാണ് പെട്ടെന്ന്, ബിൻസി പണ്ട് ഇതുപോലെ അയച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ യെസ്, അപ്പം നമുക്ക് എങ്ങനെയാ നോക്കാം, ഒരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു ഓക്കെ. അത് കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് ഒരു ഒന്നൊന്നര ഇന്റർവ്യൂ ആയിരുന്നു. ഇവര് ഓൺലൈൻ ത്രൂ നമുക്ക് ഇന്റർവ്യൂ നടത്തി, കട്ടി ചോദ്യങ്ങൾ, എന്റെ അമ്മോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ഓഫീസിൽ വെച്ചുള്ള ഇന്റർവ്യൂ ആയിരുന്നു, സൂപ്പർ. അയ്യോ, അങ്ങനെ ഭയങ്കര വലിയ കടമ്പകൾ കടന്നാണ് ബിഗ് ബോസിലേക്ക് എത്തുന്നത്. എത്തിയിട്ടുള്ള ഒരു അനുഭവം എന്തായിരുന്നു? എത്തിക്കഴിഞ്ഞപ്പം ഭയങ്കര ഒരു നമ്മള് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ സ്വപ്നം കാണത്തില്ലേ. ഞാൻ ഇങ്ങനെ സോർട്ട് ചെയ്യും, എനിക്കിതാണ് വേണ്ടത്, അങ്ങനെ ഞാൻ ആലോചിക്കും. കാരണം അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ ആവശ്യത്തിന് ഉള്ളത് മാത്രമേ ഞാൻ കാണാറുള്ളൂ. അതൊക്കെ ഞാൻ നേടിയെടുക്കാൻ പരിശ്രമിക്കാറുണ്ട്, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെ കണ്ടതില് വെച്ചിട്ടുള്ള എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അപ്പൊ ഈ ഒരു വർഷം എനിക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ ബിഗ് ബോസിൽ സെലക്ഷൻ കിട്ടി, നമ്മുടെ വലിയ സ്വപ്നം നേടിയെടുത്തു. അവിടെ വരുമ്പോ തന്നെ എന്റെ കിളി പോയി. നമ്മള് ബിഗ് ബോസ് RJ വിൻസി വന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് കറങ്ങി ഭയങ്കര ഒരു ഡ്രീം കം ട്രൂ ഒരു മൊമെന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഫസ്റ്റ് ഡേ തന്നെ ഗെയിം കളിക്കണമായിരുന്നു എന്നെനിക്കൊരു തോന്നല്. അതെനിക്കൊരു കുറ്റബോധം തന്നെയാണ്. കാരണം അനീഷേട്ടനൊക്കെ നമ്മുടെ എൻട്രി സമയത്ത്, അടുത്ത കണ്ടസ്റ്റന്റ് എൻട്രി ആകുന്ന സമയത്ത് പോലും പുള്ളി ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അനു വന്നപ്പോ അനുവിനെ ചൊറഞ്ഞു. അപ്പം അതുപോലൊരു ഗെയിം കളിച്ചിരുന്നെങ്കിൽ നമുക്ക് സ്ക്രീൻ സ്പേസ് കുറെ കിട്ടിപ്പോയാണ്. അതെന്റെ ഏറ്റവും വലിയ ഒരു സങ്കടമാണ്. അതുപോലെ തന്നെ ഒരു PR കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു പോയി, സീരിയസ്ലി. കാരണം അവരെല്ലാവരും ആർട്ടിസ്റ്റ് ആണ്, അവരെല്ലാവർക്കും അറിയാം. എന്നെ സംബന്ധിച്ച് എന്നെ അധികം ആൾക്കാർക്ക് അറിയില്ല. ഒരു PR, അത് പോസിറ്റീവായിട്ട് ഒരു നല്ലൊരു PR ഉണ്ടായിരുന്നെങ്കിൽ കുറെ ആൾക്കാരിലേക്ക് ഞാൻ എത്തിയാണ്. അതുകൊണ്ടായിരിക്കണം മേ ബി വോട്ട് കുറഞ്ഞു പോയത്. സോ ഒരുപാട് ഇഷ്ടപ്പെട്ട് അവിടെ ചെന്ന് സ്വപ്നം കണ്ട വേദിയിൽ എത്തിയിട്ട് നിൽക്കാൻ പറ്റാണ്ട് പോയതിന്റെ സങ്കടം ഇപ്പോഴും മനസ്സിലുണ്ട്. ഒരു അൺഫെയർ എവിക്ഷൻ ആയിട്ട് തന്നെ നമുക്കത് പറയാൻ പറ്റും അല്ലെ. എൻ്റെ അടുത്ത് കുറെ പേരും, അതായത് ഈ ബിഗ് ബോസിൽ നിന്ന് നമുക്കറിയില്ലല്ലോ ഞാൻ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് എന്റെ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ് 40K എന്തോ ആണ്. ഇപ്പൊ അത് 92 ആയിട്ടുണ്ട്. അപ്പം ഇൻസ്റ്റാഗ്രാം പിന്നെ പോട്ടെ, യൂട്യൂബ് എന്ന് പറയുന്നൊരു സാധനമേ എനിക്കറിയില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കാർ എടുത്ത വീഡിയോ മാത്രമേ ഇട്ടിട്ടുണ്ട്, വേറെ ഒന്നും ഇട്ടിട്ടില്ല. അതിന് 200 പേര് എന്റെ ചാനലിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ ഇന്ന് 99 ആയിട്ടുണ്ട്. അപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞ 2 മാസം കൊണ്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ സ്നേഹം, അതിന് ഭയങ്കര സന്തോഷമാണ്. എന്നെ വിളിച്ച് ബിൻസി ഈ എവിക്ഷൻ അൺഫെയർ ആയെന്ന് പറയാത്തവരായിട്ട് ആരുമില്ല, ഇൻക്ലൂഡിങ് സെലിബ്രിറ്റീസ്, എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ്, എല്ലാവരും എന്നെ വിളിച്ചിട്ട് നമുക്ക് ഭയങ്കര പ്രൗഡാണ്. കാരണം നമ്മളൊക്കെ എപ്പോഴോ ഒക്കെ ആരാധിച്ചിട്ടുള്ള ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ, ഞാൻ പേര് പറയുന്നില്ല, അവരൊക്കെ വിളിച്ചിട്ട് ബിൻസി അൺഫെയർ ആയി പോയി. ഇപ്പൊ നമ്മൾ സ്റ്റേജിൽ അക്ബർ ഖാന്റെ മറ്റേ പരിപാടിക്ക് നമ്മൾ പാട്ടിന്റെ ലോഞ്ചിന് പോയ സമയത്ത് ശോഭ ചേച്ചി സ്റ്റേജിൽ വെച്ചാ പറഞ്ഞത് ബിൻസിയുടെ എവിക്ഷൻ അൺഫെയർ ആയി പോയി എന്ന്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അൺഫെയർ ആയി എന്ന് പറഞ്ഞ ചാനലിനെ കുറ്റം പറയുന്ന പോലെ ഇരിക്കുമല്ലോ, ഞാൻ ഒരിക്കലും പറയത്തില്ല. അതെ. അനുവിന് കപ്പ് കിട്ടിയത്, അതായത് അനു വിന്നർ ആവാൻ കാരണം റീ എൻട്രി ചെയ്തവർ ഒറ്റപ്പെടുത്തിയത് കൊണ്ടാണെന്നൊക്കെയുള്ള പറച്ചിലുണ്ട്. ഞങ്ങൾ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തണ്ട, അനു ഒറ്റപ്പെട്ട് അവിടെ എങ്ങാനും പോയി ഇരുന്നോളൂ. അയ്യോ, നമ്മള് റീ എൻട്രി അതെനിക്ക് അങ്ങനെ ഒട്ടും എനിക്ക് യോജിക്കാൻ പറ്റാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആകട്ടോ ഇത്. കാരണം റീ എൻട്രി ചെയ്ത ആൾക്കാർ അനുവിന്റെ അടുത്ത് സംസാരിച്ചു, അല്ലെ 2 ദിവസം അനുവിനോട് സംസാരിച്ചെന്ന് പറഞ്ഞാൽ അനുവിന് എങ്ങനെ ആ സമയത്ത് വോട്ട് കയറുന്നത്? അനു ആ ബിഗ് ബോസിൽ മത്സരിക്കാൻ വന്ന സമയത്ത് തന്നെ അനുവിന്റെ PR ആയിട്ടുള്ള വിനിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കപ്പ് ഞങ്ങൾ തൂക്കുവന്ന്. അനുവിന് മറ്റേ ബെഡിൽ വെള്ളം കോരി ഒഴിച്ച സീൻ അനുവിനറിയാം, എവിടെയൊക്കെ ക്യാമറയുണ്ട്, എവിടെയൊക്കെ കറക്റ്റ് ഫോക്കസ് കിട്ടുന്നുള്ള കാര്യങ്ങളൊക്കെ അനുവിനറിയാം. അത് അവളുടെ ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ പറയുന്നത്. ആർട്ടിസ്റ്റ് ആണ്, അപ്പൊ നല്ലപോലെ അറിയാം. അപ്പം അനു അവിടെ സോഫയുടെ ഇടയിൽ പോയി കിടക്കുകയാണ്. എന്നിട്ട് അനു പറയുന്നത് ഇവിടെ ക്യാമറ കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ സോഫയുടെ ഇടയിൽ പോയി കിടന്നത്. പക്ഷെ നമുക്കറിയാം കൃത്യ ഫോക്കസ് അവിടെ കിട്ടും എന്നുള്ളത്. അതുപോലെ അത്രയും നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്ത് ഗെയിം ഗെയിം അറിഞ്ഞ് എവിടെ എങ്ങനെ നിൽക്കണം, ആരോട് എന്തൊക്കെ കാണിക്കണം, എപ്പോ കരയണം, എപ്പോ ചിരിക്കണം, എപ്പോ ഫൈറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അനുവിന് അറിയാം. അത് കാരണം പിന്നെ നല്ലപോലെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഒരു PR വർക്കും കൂടെ നടക്കുന്ന കാരണം അനുവാണ് വിന്നർ എന്ന് എല്ലാവർക്കും നേരത്തെ അറിയാറുന്നല്ലോ. ഇപ്പൊ ഞങ്ങളത് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും അനു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കാണിക്കും, ആൾക്കാർക്ക് ഒരു സിമ്പതി തോന്നും, വോട്ട് ചെയ്യും. അല്ലെങ്കിൽ എന്തോ എനിക്കറിയില്ല PR-ന്റെ കളികൾ എന്തൊക്കെയാണ്, വോട്ട് മറിക്കുമോ വോട്ട് തിരിക്കുമോ എന്നൊന്നും അറിയില്ല. എന്നാലും അനു ജയിക്കുമായിരുന്നു. അല്ലാതെ റീ എൻട്രിക്ക് വന്ന ആളുകൾ കയറിയത് കൊണ്ടും സംസാരിച്ചുകൊണ്ടൊന്നും മാത്രമല്ല അനു ജയിച്ചിരിക്കുന്നത്. ശരിക്കും ഇപ്പൊ ഇത്രയധികം ഇപ്പം 7 സീസണോളം നടന്നു. പക്ഷെ ഈ 6 സീസണിലേക്കാളും ഇക്കൊല്ലമാണ് ഏറ്റവും കൂടുതൽ PR-നെ പറ്റിയിട്ടുള്ള ചർച്ച വരുന്നത്. ഈ സീസൺ PR കൊണ്ട് കുളമായി പോയോ?
അയ്യോ ഈ ഹൗസിനുള്ളിലുള്ള എനിക്കും മുൻഷിക്കും സരിക ചേച്ചിക്കൊന്നും PR ഇല്ലായിരുന്നു. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. പക്ഷെ ഒരു മെജോറിറ്റി ആൾക്കാരും PR കൊടുത്തിട്ട് തന്നെ വന്നത്. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ആളുകള് അവരുടെ PR അവർ എക്സ്പോസ് ചെയ്തില്ല. ഇപ്പൊ അനുമോള് ഭയങ്കര നിഷ്കളങ്കയാണ് ചില സമയങ്ങളിൽ. അപ്പൊ അനു തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് ആ വീട്ടിൽ കയറിയിട്ട് ആദ്യം പറയാൻ പേരെന്താ, എന്താ പരിപാടി, വീട്ടിൽ ആരൊക്കെയുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതുപോലത്തെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പം എത്ര പേയ്മെന്റ് മേടിക്കുന്നത്, എങ്ങനെ അറിയാനാ, ഞങ്ങൾ എല്ലാവരും കൂടെ സംസാരിക്കും. പുറത്ത് വ്ളോഗിന് എത്രയാ, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. കൊളാബിന് എത്രയാണ്. അപ്പൊ അനുവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് എത്രയാണ് കിട്ടുന്ന പേയ്മെന്റ് എന്ന് ഞങ്ങൾ ആരോടും അങ്ങനെ റിവീൽ ചെയ്യാൻ പാടില്ല. പക്ഷെ അത് ഉൾപ്പെടെ അനു പറഞ്ഞു ശൈത്യടുത്ത് ബിഗ് ബോസിൽ കിട്ടുന്ന പേയ്മെന്റ്. അപ്പം ആ കൂട്ടത്തിലാണ് PR-ന്റെ കാര്യം ഇവള് പറയുന്നത്. ഇപ്പൊ വിനു തന്നെ ഏതോ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു, അനുവിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്ത് വിട്ടില്ല, അനു നീ അത് അകത്ത് പോയി പറയരുത് എന്ന്. അതുകൊണ്ടായിരിക്കാം, ചിലപ്പോ അനുവിന്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അവള് അതൊക്കെ പറഞ്ഞത്. അപ്പൊ അനു അത് എക്സ്പോസ് ചെയ്തു. ബാക്കിയുള്ളവർ ബുദ്ധിപരമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാണ്ടിരുന്നു. പക്ഷെ അനു ഇപ്പോഴും 1 ലക്ഷത്തിന്റെ കണക്കേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി 14 കിടക്കുക. അനു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ 16 എന്നാണ്. അപ്പൊ നമ്മൾ ഹൗസിൽ ചെന്ന് ഇപ്പൊ റീഎൻട്രിക്ക് എന്ന് സംസാരം ഉണ്ടാവുമ്പോൾ ഞാൻ പറഞ്ഞു, അനു നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്, നീ 16 എന്ന് എന്നാ പറഞ്ഞത്, നീ ആലോചിച്ച് നോക്കുന്നതിനപ്പോ അനു ഞാൻ അങ്ങനെ പറഞ്ഞോ, ഞാൻ അങ്ങനല്ല പറഞ്ഞു, ഞാൻ 16 അവർ ചോദിച്ചു എന്നാ പറഞ്ഞത്, പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അനു സൈലന്റ് ആയി. അപ്പൊ എന്റെ അടുത്തും പിന്നീടും ശൈത്യടുത്തും ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന 16-ന്റെ കണക്കാണ്. പിന്നെ അനു ലാലേട്ടൻ വന്നപ്പം വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞു, ലാലേട്ടാ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് അഞ്ജന നമ്പ്യാരുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞു 1. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരു 15 കയറി വന്നു. അതൊക്കെ ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും അനുവിന് തന്നെ അറിയില്ല അനു എത്രയാ കൊടുത്തതെന്നുള്ള കാര്യം. PR ആളെ എക്സ്പോസ് ചെയ്തുകൊണ്ടാണ് ഇത്രയാ എല്ലാരും അറിഞ്ഞു പോയത്. അല്ലെങ്കിൽ അത് സൈഡിൽ കൂടെ വേണേ കൊണ്ടുപോകായിരുന്നു. ശരിക്കും ബിഗ് ബോസ് പൈസ ഉള്ളവർക്ക് ജയിക്കാം എന്നുള്ള രീതിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അയ്യോ ഞാനത് എപ്പോഴും ഞാനിപ്പം എന്റെ അടുത്ത് എയർപോർട്ടിൽ ഞാൻ വന്ന സമയത്ത് എന്റെ അടുത്ത് എല്ലാവരും ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ശരിക്കും പറഞ്ഞാ പൈസ ഉള്ളവർക്ക് ഇന്നത്തെ കാലത്ത് എല്ലാം പറ്റത്തുള്ളൂ. പൈസക്ക് പൈസ തന്നെ വേണം. എന്താ പൈസ ഇല്ലാത്ത ഒരാളെന്ന നിലയിൽ ഇപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഈ PR-ന്റെ കേസ് നമ്മൾ ആലോചിക്കാൻ പോലും നിൽക്കാഞ്ഞത്. എങ്ങനെ പോയാലും ഒരു 5 ലക്ഷം 7 ലക്ഷം ഒക്കെ വേണ്ടി വരും എന്നാണ് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞത്. അപ്പൊ നമ്മൾ ചിന്തിച്ചത് പോലും ഇല്ലടാ ആ റൂട്ട്. കാരണം കോസ്റ്റ്യൂം ഇവർ പറഞ്ഞ ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് ഡ്രസ്സ് നമ്മൾ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഇവർ പറയുന്നത് 100 ദിവസത്തേക്കുള്ള ഉടുപ്പ് വേണമെന്ന്. അപ്പൊ എന്റെ സമാധാനം, നമ്മളെ ഒരു 50 ദിവസം അല്ലെ 30 ദിവസം എനിക്ക് കപ്പ് വേണം എന്നുള്ള ഭയങ്കര വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമായിരുന്നു ബിഗ് ബോസ് എന്താണെന്ന്. അതിനുവേണ്ടിയാണ് ഞാൻ പോയത്. അപ്പൊ ആ സമയത്ത് ഞാനപ്പോ ഓർത്തു, ദൈവമേ പയ്യ ആദ്യത്തെ 2 ആഴ്ചത്തെ പേയ്മെന്റ് നമുക്ക് ആദ്യം കയറും. അപ്പൊ അവിടെ നിന്ന് പേയ്മെന്റ് കിട്ടിക്കഴിയുമ്പോൾ ബാക്കി ഇവർക്ക് കൊറിയർ ചെയ്തു തരാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് അങ്ങനെ വീട്ടുകാർ കൊറിയർ അയച്ചു തരുമല്ലോ. അപ്പൊ എല്ലാം സെറ്റ് എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇവർ വിളിച്ചിട്ട് പറയുന്നത് 100 ദിവസത്തേക്കുള്ള ഉടുപ്പ് വേണം. ഉടുപ്പ് മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് അതിനുള്ള മേക്കപ്പ് സാധനങ്ങളെല്ലാം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ പോലും ഒരുങ്ങിയാ നടക്കുന്നത്. അപ്പൊ ഇത്രയും ആൾക്കാർ കാണുന്ന പ്ലാറ്റ്ഫോമിലാകുമ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ മേടിക്കണം. അപ്പൊ അത്രയും പൈസ അതിനുവേണ്ടി ചെലവായപ്പോ തന്നെ ഞാനൊരു വഴിക്കായി. ഞാനപ്പോ ആലോചിച്ചു, ദൈവമേ ഞാൻ കാറ് ഈ സമയത്ത് എടുത്തത്, അത് എടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ അടുത്ത് കുറച്ചുകൂടെ പൈസ കണ്ടാന്. അപ്പം എന്റെ സേവിങ്സും കാര്യങ്ങളെല്ലാം അവിടെ തീർന്നു. ഞാൻ കൈ കാലിയായിട്ട് അവിടെ പോകുന്നത്. അപ്പം അങ്ങനെ പോയൊരു സ്റ്റേജാണ്. അതല്ലാണ്ട് ഓഫ് കോഴ്സ് എനിക്ക് പൈസ ഉണ്ടായിരുന്നു, എന്റെ വീട്ടുകാർ കുറച്ച് റിച്ച് ആയിരുന്നെങ്കിൽ ഞാൻ PR-ന്റെ പുറകെ പോയാനെ. കാരണം PR ഉള്ളവർക്കേ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഈ സീസണും കഴിഞ്ഞ സീസണും ഒക്കെ തെളിയിച്ച കാര്യമാണ്. ഇനി അങ്ങോട്ട് ഈ ചരിത്രം വീണ്ടും ആവർത്തിക്കും. അതെ അതെ, ഇനിയിപ്പോ അതൊരു റൂട്ടീൻ പോലെ ആയല്ലോ. കാരണം PR എന്നുള്ളത് ഇത്തവണ വിനുവാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. വിനു ഒരു സമയം തന്നെ എത്ര പേരുടെ PR ചെയ്തത് വിനുവിന് പോലും കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പം ഇനിയിപ്പൊ PR ഇല്ലാണ്ടൊന്നും ബിഗ് ബോസ് എനിക്ക് തോന്നുന്നില്ലടാ നിൽക്കാൻ പറ്റുമെന്ന്. പിന്നെ ഈ വോട്ട് മറിക്കാന്നുള്ള കാര്യമൊക്കെ എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇപ്പം പുറത്തിറങ്ങിയപ്പോ അതെ നമുക്ക് അറിയാത്ത കാര്യത്തെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. എങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ ആൾക്കാർ പറഞ്ഞു ബിൻസിക്ക് പകരം എവിക്റ്റ് ആകേണ്ടത് മറ്റൊരു കുട്ടിയായിരുന്നു. അപ്പൊ പൈസ കൊടുത്താണ് ആ കുട്ടി അവിടെ നിന്നെന്നൊക്കെ പറയുമ്പോ എന്റെ ദൈവമേ ഞാൻ തകർന്ന്. രണ്ടാമത്തെ ആഴ്ച പുറത്തും പോരണ്ടേ. അതെ ഇവര് ഭയങ്കര വിഷമായിരുന്നടാ. ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്നൊരു കാര്യമുണ്ട്, പൈസക്ക് പൈസ തന്നെ വേണം. അതില്ലാത്തവർക്ക് ഒരിക്കലും ഒരു വില കാണത്തില്ല. ഇതിപ്പോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ PR മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്ത് അവിടെ പിടിച്ചു നിൽക്കാന്നുള്ളത്. പക്ഷെ അതിന് മാത്രമല്ല, നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണം. ശൈത്യക്കെതിരെ കുറെ വരുന്നുണ്ട്. ശൈത്യ ഒരു കട്ടപ്പയോ
എന്ത് തോന്നുന്നു? എനിക്കറിയില്ലടാ, ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഈ സീനൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ശൈത്യ എവിക്റ്റായി വന്നു കഴിഞ്ഞപ്പം ഞാനാണ് അവളെ ഫസ്റ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ശൈത്യ എന്നെ വിളിച്ചിട്ട് ബിൻസി ഒന്നും ആടേ. ഞാൻ പറഞ്ഞു ഞാൻ ഒട്ടും ഓക്കെയല്ലടാ, ഞാൻ നിന്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ. ഞാൻ റേഡിയോയിലാണ്, കോട്ടയത്താണ്. അപ്പൊ ഞാൻ കോട്ടയത്ത് നിന്ന് നേരെ അവളുടെ അടുത്ത് ചെന്നു, സംസാരിച്ചു. അപ്പോഴാണ് ഇങ്ങനെ കുറച്ച് സീനൊക്കെ ഉണ്ടെന്ന് അറിയുന്നത്. ശൈത്യക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ കാണും. ശൈത്യക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകളും കുറെ സൈബർ അറ്റാക്ക് സാധനങ്ങളൊക്കെയാണ് ശൈത്യ അവിടെ വന്ന് ചോദിച്ചതും പറഞ്ഞതും എല്ലാം. അതും അനു. അതെ, എന്ത് ചെയ്യാൻ പറ്റും. ശൈത്യ ഭയങ്കര ട്രൂ ആയിട്ടാണ് അനുവിന്റെ അടുത്ത് നിന്നത്, അതെനിക്കറിയാം. 15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്.